ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന ഭാഗം റോമർക്കെഴുതിയ ലേഖനം 12:15. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം 9 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസികളുടെ കർത്തവ്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതായത് നീതീകരിക്കപ്പെട്ടവന്റെ സാമൂഹിക ബന്ധം എങ്ങനെയുള്ളതായിരിക്കണം. പ്രവൃത്തിയിലുള്ള സ്നേഹമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. നിർവ്യാജ്യമായ സ്നേഹവും ഹൃദയപരമാർത്ഥതയും ആവശ്യമാണ്. ആശയിൽ സന്തോഷിക്കുവാനും കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാനും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുവാനും അതിഥി സൽക്കാരം ആചരിക്കുവാനും വിശ്വാസികളുടെ കർത്തവ്യങ്ങളിൽപ്പെട്ടവയാണ്. ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പാൻ കഴിയണം. അടുത്തതായി നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്ന വചനമാണ്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവാൻ. നമ്മുടെ സ്വന്തം സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ കഴിയണം. പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷാനുഭവങ്ങളിൽ പലർക്കും അസൂയ, പിണക്കം പോലുള്ളവ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നുള്ള ദൈവീയ കൽപ്പന പ്രകാരം മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി തീരട്ടെ. കരയുന്നവരുടെ വേദനകളെ അംഗീകരിക്കുകയും സ്നേഹവും പ്രാർത്ഥനയും ഉറപ്പു നൽകുകയും ചെയ്യണം. ക്രിസ്തീയ കൂട്ടായ്മയുടെ ഊഷ്മളതയും ഐക്യവും നിലനിർത്തുന്നതിന് ഇവ അത്യന്താപേക്ഷിതമാണ്. യേശു നമുക്ക് മാതൃക കാട്ടിത്തന്നത് ലാസർ മരിച്ച ശേഷം യേശു മറിയോടും മറ്റുള്ളവരോടും ഒപ്പം ആഴത്തിൽ വികാരഭരിതനായി കരഞ്ഞതായി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വളരെയധികം പ്രലോഭനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച യേശു നമ്മോട് കരുണ കാട്ടി. ആയതിനാൽ നാം മറ്റുള്ളവരോട് കരുണയുള്ളവരായി തീരണം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ സഹാനുഭൂതിയെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. വിശ്വാസികളുടെ പൊതുപെരുമാറ്റ രീതിയെക്കുറിച്ച് വ്യക്തമായി വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവിക സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.